അവസ്ഥയിൽ കൊച്ചി മേയർ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ തീരുമാനം വന്നു. പക്ഷേ അതിന് പുറകെ ദീപ്തി മേരി വർഗീസ് ഉന്നയിച്ച ആരോപണങ്ങളും മുസ്ലിം ലീഗ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ചെറിയ കല്ലുകടിയായി നിൽക്കുകയാണ്. എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഏറ്റവും കൂടെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷനാണുള്ളത്. വളരെ സന്തോഷം, അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷേ ചെറിയ രീതിയിലൊരു കല്ലുകടി ഉണ്ടായി. എന്താണ് ഇതിലൊരു തീരുമാനം? അത് തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായിരുന്ന എൻ്റെ വിശ്വാസം. ഒന്ന്, KPCC മുന്നോട്ട് വെച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അതിനകത്തൊരു ചർച്ച പല പ്രാവശ്യം നടത്തി കോർ കമ്മിറ്റി കൂടി നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ KPCC പ്രസിഡൻറ്റുമായും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഏറ്റവും അവസാനമായിട്ട് ഞങ്ങൾ കൗൺസിലർമാരുടെ അഭിപ്രായം കൂടെ എടുത്തു. അതിനുശേഷമാണ് തീരുമാനം എടുത്തത്. അപ്പോൾ ഈ തീരുമാനം മിക്കവാറും ഞങ്ങളുടെയൊക്കെ വിശ്വാസത്തിൽ നീതിയുക്തമാണെന്ന വിശ്വാസം. പിന്നെ പരിഭവങ്ങളുണ്ടാകും, ആഗ്രഹമുള്ളവരുണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളോട് ഒരു അനീതി കാണിച്ചോ എന്ന വിശ്വാസം എനിക്കില്ല. ദീപ്തിയുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം കഴിഞ്ഞ ദിവസം നടന്നത് കോർ കമ്മിറ്റിയാണ്, പക്ഷേ ഇന്നലെ നടന്നത് കോർ കമ്മിറ്റി അല്ല. അതുപോലെ തന്നെ കണക്കെടുപ്പ് ഇപ്പോൾ ഈ അഭിപ്രായം തേടി എന്ന് പറയുന്നത് തെറ്റാണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അന്ന് ഈ KPCC പറഞ്ഞിട്ടുണ്ട് ഈ മെമ്പർമാരുടെ അഭിപ്രായം തേടണമെന്ന്. ഇപ്പോൾ ലെജിസ്ലേറ്റീവ് പാർട്ടിയുടെ MLAമാരുടെ അഭിപ്രായം കൂടെ കണക്കിലെടുത്താണ് ലീഡർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചു, എല്ലാവരും വിളിച്ച് ചോദിച്ചു. അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം. ഒന്ന്, ഈ വിജയിച്ചു വന്നിരിക്കുന്നവരൊക്കെ അവരും വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരൊക്കെയാണ്. പുതിയ സ്ത്രീകൾ വളരെ ക്വാളിഫൈഡ് ഉള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ സ്വന്തം അഭിപ്രായമുണ്ട്. അപ്പോൾ ഞങ്ങളൊരു സ്വാധീനം ചൊലുത്തിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു നിങ്ങളുടെ കാര്യം വേണ്ടത്, അവരഭിപ്രായം പറഞ്ഞു, ഞങ്ങൾ നോട്ട് ചെയ്തു. അത് ഞങ്ങളല്ല, വേറെ ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ദീപ്തിക്ക് പരിഭവം ഉണ്ടാകാം. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, ദീപ്തി KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. എന്തെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അത് KPCC അറിയിക്കാം, അവരത് പരിഹരിക്കുമെന്ന് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായും ദീപ്തിക്ക് പരിഭവത്തിന് അടിസ്ഥാനമുണ്ടെന്ന് വെക്കാം. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾ, അതുപോലെ തന്നെ മാത്യു കൊഴൽനാട് MLA, ഞാൻ പറഞ്ഞ പോലെ അജയ് തറയിൽ, അതുപോലെ തന്നെ അവരൊക്കെ ഇങ്ങനെ ഈ ദീപ്തിക്ക് അനുകൂലമായിട്ട് അതുപോലെ തന്നെ തീരുമാനത്തിനെതിരെയൊക്കെ പരസ്യമായ രംഗത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുക? അതങ്ങനെ ഇപ്പോൾ അജയ് തറയിലാണെങ്കിൽ കമ്മിറ്റിയിൽ അംഗമാണ്. ഈ ഞങ്ങൾ മറ്റേ കൗൺസിലേഴ്സിനെ കേൾക്കാൻ വെച്ച കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമാണ്. പക്ഷെ അദ്ദേഹം വന്നില്ല, കോർ കമ്മിറ്റിയിൽ വന്നില്ല. കോർ കമ്മിറ്റിയിൽ വന്നിരുന്നു. ഈ അഭിപ്രായം കേൾക്കുമ്പോൾ ഞങ്ങൾ 4 പേരെ ചുമതലപ്പെടുത്തിയത്. ഒന്ന് എന്നെ, DCC പ്രസിഡന്റ് അജയ് തറയിൽ, 4മതായിട്ട് വേണുഗോപാലൻ. അപ്പോൾ അദ്ദേഹം കൂടി അദ്ദേഹത്തിനും ബോധ്യപ്പെടുമായിരുന്നല്ലോ ഞങ്ങൾ ആരെങ്കിലും സ്വാധീനിച്ചോ. അപ്പോൾ അതുകൊണ്ട് അതിൽ തെറ്റിദ്ധാരണയായിരിക്കും. അജയ് തറയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മെമ്പറല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ അത് പറയുമ്പോഴേക്കും അവർക്ക് എന്നോട് തന്നെ ചോദിക്കുക. ഒരു അജയ് തറ ഉന്നയിച്ചൊരു സംസാരത്തിൻ്റെ ഇത് ഞാൻ പറയണം, അതായത് അനിയത്തെ കാണിച്ച് ചേച്ചിയെ കെട്ടിച്ചു എന്നുള്ള രീതി. എനിക്ക് ഞാനെന്ത് പറയാറുണ്ട്.